അധ്യാപകന്റെ പല്ല് അടിച്ചു കൊഴിക്കുമെന്ന് പ്രിൻസിപ്പലിന്റെ ഭീഷണി. താമരശ്ശേരി പുതുപ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെതിരെയാണ് ഈ പരാതി. NSSുമായി ബന്ധപ്പെട്ട പരാതി അറിയിക്കാൻ ഫോണിൽ വിളിച്ചപ്പോൾ മോശമായി പെരുമാറിയെന്ന് അധ്യാപകനായ സിബിൻ ആന്റണി ആരോപിച്ചു. പ്രിൻസിപ്പലിനെതിരായ സാമ്പത്തിക ആരോപണത്തിൽ മൊഴി നൽകിയതിന് പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയതായും അധ്യാപകൻ പറയുന്നുണ്ട്. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും സിബിൻ ആന്റണി പരാതി നൽകി. നീ NSSന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നീ NSSന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു. കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ ചെയ്തോ? ഇപ്പൊ പറഞ്ഞ കാര്യമാണ് എനിക്ക് വേണം. നിങ്ങളുടെ അടുത്താണ് വന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാര്യം വിട്ടു പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നെ നിങ്ങളുടെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പക പോക്കാനായിട്ട് നോക്കുക എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അത്രേ ഉള്ളൂ. ഞാൻ നേരെ ചോദിക്കും. തോന്നിയ ദിവസം പറയാൻ അടിച്ച് ഞാൻ പല്ല് താഴെ ഇടേണ്ട അവസ്ഥ വരും. കാരണം നീ വിളിച്ചിട്ടെന്താ എന്നെ പൊളിറ്റിക്സ് ഉൾപ്പെടുത്തുന്നത്? പിന്നെ തോന്നിയ ദിവസം പറഞ്ഞ് ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്താ ചോദിക്കാം? ഞാൻ പറഞ്ഞു നിന്റെ പൊളിറ്റിക്സിന്റെ ഭാഗമല്ല നീ എനിക്കറിയാം. നീ ഇപ്പൊ എന്നോട് ഇമ്മാതിരി സംസാരം ഞാൻ പ്രിൻസിപ്പളാണ്. നിനക്ക് തോന്നിയ ദിവസം പറയുമ്പോ കേൾക്കാനിരിക്കുന്ന പെണ്ണുങ്ങളല്ല, അത് ഓർമ്മ വേണം. വിവരങ്ങൾ നൽകാൻ ദൃശ്യ പുതിയടത്തുണ്ട്. ദൃശ്യ, ഇതെന്താണ് സംഭവം? നൗഫൽ, ഈ കുറെ നാളുകളായി തന്നെ ഈ പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ തന്നെ ഇവർ ഈ സ്കൂളിലുള്ള ഈ അധ്യാപകരോടും PTA പ്രസിഡന്റിനോടും ഒക്കെ ഈ അപമര്യാദയാണ് പെരുമാറുന്നത് എന്ന തരത്തിൽ വലിയ പരാതികളൊക്കെ തന്നെ ഉയർന്നിരുന്നു. ഈ ഒരു സമയത്താണ് ഇവർ NSSന്റെ പരാതി പറയാനായി NSSന്റെ ചുമതലയുള്ള സിബിൻ ആന്റണി എന്ന അധ്യാപകൻ കഴിഞ്ഞ ദിവസം ഇവരെ വിളിക്കുന്നത്. ഈ സമയത്താണ് ഇവർ മോശമായി പെരുമാറിയത് എന്നാണ് ഇവരുടെ പരാതിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് RDDക്കും ഇതുകൂടാതെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊക്കെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്കുമൊക്കെ തന്നെ പരാതിയും നൽകിയിട്ടുണ്ട്. ഈ +1ന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളിൽ നിന്ന് +1ന് അഡ്മിഷൻ എത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്ന് ഇവർ വലിയ രീതിയിൽ ഈ അനധികൃതമായി പണം പിരിച്ചു എന്നുള്ള ഒരു ആരോപണം പരാതിയായി ഈ ഒരു PTA പ്രസിഡന്റ് അടക്കം നൽകിയിരുന്നു. ഇത് വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഈ പരാതികൾ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് RDDയുടെ അന്വേഷണമൊക്കെ നടന്നു വരുന്ന സമയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തിയ RDD ഇവരുടെയൊക്കെ ഈ അധ്യാപകരുടെ മൊഴി എടുത്തിരുന്നു. ഈ സമയത്ത് സിബിൻ ആന്റണി ഈ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മൊഴി നൽകിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇവർ ഈ പക പോക്കുന്ന രീതിയിലാണ് പെരുമാറുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതെന്നും ഒക്കെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. സിബിൻ ആന്റണി RDDക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഈ NCCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ യോഗങ്ങളൊക്കെ തന്നെ ഈ പ്രിൻസിപ്പാളിനെ അറിയിച്ചെങ്കിലും ഇവർ ഒരു യോഗത്തിലും പങ്കെടുക്കുന്നില്ല. ഇത് മറ്റൊരു രീതിയിലേക്ക് താൻ ഒറ്റയ്ക്ക് NCC നടത്തുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്ന രീതിയിലേക്കാണ് ഈ പ്രിൻസിപ്പാളിന്റെ നിലപാട് എന്നാണ് സിബിൻ ആന്റണി പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഈ NSSുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞൊരാൾ വിളിക്കുന്നു, ഈ സിബിൻ ആന്റണിയെ ഭീഷണിപ്പെടുത്തുന്നു. ഈ ഒരു പരാതിയാണ് ഈ അധ്യാപകൻ പ്രിൻസിപ്പാളിനെ വിളിച്ച് പറയുന്നത്. ഈ സമയത്താണ് ഈ പ്രിൻസിപ്പാൾ ഇവരോട് ദേഷ്യപ്പെട്ട് അപമര്യാദയായി പെരുമാറുന്നത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ സിബിൻ ആന്റണി RDDക്ക് നൽകിയിരിക്കുന്നത്.